എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ പുരയിടത്തിലെ ജൈവ കുക്കുംബർ കൃഷി വിളവെടുത്തു. കാർഷിക വികസന സമിതി സെക്രട്ടറി AG പ്രതാപന്റെ പുരയിടത്തിലെ കുക്കുംബർ കൃഷിയാണ് വിളവെടുത്തത്. CPM മേത്തല ലോക്കൽ സെക്രട്ടറി KK വിജയൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. മേത്തല കാർഷിക വികസന സമിതി പ്രസിഡന്റ് MK സഹീർ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. കാർഷിക വികസന സമിതിയുടെ സ്റ്റാൾ വഴിയാണ് ജൈവ പച്ചക്കറികൾ വിപണിയിലെത്തിക്കുന്നത്. അപ്പോൾ കുറേ ആളുകൾക്ക് സംശയമുണ്ട്, നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പിടിക്കുമോ എന്നുള്ളൊരു കാര്യത്തില്ലേ. സംശയം അത് വേണ്ട. മറ്റേ പിന്നെ ഇതിനിപ്പോൾ കാലാവസ്ഥ നമുക്ക് കൃഷിക്ക് എതിരാണ്. നല്ല ചൂടുള്ള സമയമല്ലേ. പക്ഷേ അതല്ലേ ഇപ്പോൾ നമുക്ക് നല്ല ചൂടുള്ള സമയത്ത് നമുക്ക് നല്ലതൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ പൂർണ്ണമായിട്ട് ഓർഗാനിക്കാണ്. അത് പൂർണ്ണമായിട്ട് ഓർഗാനിക് ഇല്ല. അതിൻ്റെ നമുക്ക് ലക്ഷണങ്ങൾ നമുക്ക് ഈ കായമ നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് കാണാവുന്നതാണ്. വേണ്ടതൊക്കെ അർത്ഥം ഓർഗാനിക് അല്ല, ഓർഗാനിക് ആണെന്നാണ്. പൂർണ്ണമായിട്ട് ഓർഗാനിക് ആണ്. അതല്ലെങ്കിൽ നമുക്ക് ഈ കൃഷി എന്താണ് ഈ രീതിയിൽ ഇങ്ങനെ ഒരു നമ്മൾ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വള്ളികൾ പ്രവർത്തി സാധാരണ നമ്മൾ ഇത് ഷെഡൊക്കെ ഇട്ടിട്ടില്ലേ? ഇതൊരു പുതിയ രീതി. നമ്മളെ കൃഷിയുടെ ആശാൻ സിനോജ് അശ്വമിച്ചറ നമ്മുടെ സംസ്ഥാന വിന്നറാണ്. ആള് എന്നോട് പറഞ്ഞാണ്, സാധാരണ ഇപ്പം നമ്മൾ കുക്കുംബറിന് നമുക്ക് വെർട്ടിക്കൽ ലൈനിൽ നമുക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പ്രൊഡക്ഷൻ മറ്റ് പണ്ടുകളേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സാമ്പത്തികവും ചിലവിൽ കുറവായിരിക്കും. കുറച്ച് നമുക്ക് അതിൻ്റെ പന്തലിൻ്റെ ലാഭമൊക്കെ നമുക്ക് ഉണ്ടായില്ലാത്ത നെറ്റൊക്കെ വാങ്ങിച്ച് അപ്പം അതൊന്നുമില്ല. വെറുതെ നമുക്ക് ഈ രീതി പറ്റില്ല. കാരണം ഓരോ ഇതുമ്പോഴും നമുക്ക് കായ കാണാൻ പറ്റും. ഈ എല്ലാവരും പറയാല്ലേ പന്തലാണെങ്കിൽ നമ്മൾ 2 നേരം നനയ്ക്കും. മെയിനായിട്ട് നമ്മൾ അടിവളമാണ് ഇതിൻ്റെ വളം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓണക്കച്ചാണകം അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഈ നിലം തന്നെ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ നിലത്തല്ല വെച്ചിട്ടുള്ളത് ഈ കൃഷി. അത് ഒരു പ്രത്യേകത കൂടിയാണ് അത്. കാരണം ഈ മണ്ണും കൂടി നമ്മൾ നോക്കണം കൃഷി ചെയ്യുമ്പോൾ. ഈ മണ്ണെന്ന് പറഞ്ഞാൽ പൂഴി മണ്ണാണ്. അത് വളങ്ങളൊന്നുമില്ല. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം സ്പോഞ്ച് വലിക്കുന്ന പോലെ വെള്ളം പോകും. അപ്പോൾ നമ്മളൊരു വാരം കൂട്ടി വാരത്തിന് മുഴുവൻ വരുമ്പോൾ തന്നെ പകുതി നനവായിട്ടുള്ളൂ. 2 നേരം നനയ്ക്കണം. അതുകൂടെ നോക്കിക്കഴിഞ്ഞാൽ അറിയും. അതൊരു പുതിയൊരു അറിവുണ്ട്. ഈ വെള്ളം കടന്ന് നേരെ ഭൂമിയിലേക്ക് അധികം നമ്മൾ ഒറ്റടിക്ക് 3 മണിക്ക് നല്ലത് നമ്മുടെ സമയം പോലെ നമ്മുടെ സ്റ്റാളിൽ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. നേരിട്ട് പോയിട്ട് സിനോജിൻ്റെ കൃഷിയിടത്തിൽ നിന്നൊക്കെ ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാനുള്ള 100% പ്രധാന കാണാൻ വന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം കാണാൻ പറ്റുന്ന ഒരു അനുഭവം. അത് എന്തായാലും കൃഷി വികസന സമിതി ട്രസ്റ്റ് അംഗങ്ങൾ നടത്തുന്ന ചെറിയൊരു കൃഷിയുടെ ചെറിയൊരു ഭാഗം മാത്രമാണത്. ഏറ്റവും കൂടുതൽ നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത്, ചെറിയൊരു സ്ഥലത്ത് പോലും നമുക്ക് നല്ലൊരു കൃഷി ചെയ്യാൻ പറ്റും. നിങ്ങളും നല്ല കർഷകരാവുക. നാട്ടിൽ ജൈവ രീതിയിൽ ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം. ഇതിന് വിഷം അടിക്കുക മരുന്നടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ കായ്ച്ചൊക്കെ ഒത്തിയിട്ടുള്ളതാണ്. കുറച്ചൊക്കെ പ്രകൃതിയിൽ അവർക്കും കഴിക്കാനുള്ളതാണ്, നമുക്ക് മാത്രമല്ല. അത് സാമ്പത്തിക ലാഭം മാത്രം നോക്കിയിട്ട് നിന്നിട്ട് കാര്യമില്ല. എന്നാലും നല്ല വിളവെടുപ്പ് നമുക്ക് എല്ലാം കൂടി പൊട്ടിച്ചെടുപ്പ് കിട്ടും. ഇത് നമ്മുടെ സ്റ്റാളിലും പിന്നെ നമ്മുടെ ഒരു സഹോദര സ്ഥാപനം മോഡേൺ ഹോസ്പിറ്റലിൻ്റെ സമീപമുണ്ട് SK വെജിറ്റബിൾസ്. അവിടെയും നമ്മുടെ ഈ കുക്കുംബറും നമ്മൾ കൃഷി ചെയ്യുന്ന എല്ലാ സാധനങ്ങളും അവിടെയും കിട്ടും. എല്ലാവരും സഹകരണം ഉണ്ടാവുക.